മക്കളെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാർ ഒരു എളുപ്പ വഴി ഉപയോഗിച്ച് മക്കൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. സാറിനെ ശ്രദ്ധിക്കുക. സി, ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15, എയ്ത്ത് ടേം 35. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15ഉം എട്ടാം പദം 35ഉമാണ്. മൂന്നാം പദം 15ആണ്, എട്ടാം പദം 35ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് 13th ടൈം? നമുക്ക് ആദ്യം ഒന്നാമത്തെ നോക്കാം. അതായത് ശ്രേണിയിലെ 13ാമത്തെ പദം ഏതാണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് കാണണം. നമുക്ക് എട്ടാം പദം 35ആണ്, എട്ടാം പദം 35, മൂന്നാം പദം 15. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എട്ടാം പദം അല്ലെങ്കിൽ എയ്ത്ത് ടൈം മൈനസ് തേർഡ് ടൈം എന്ന് പറയുന്നത് ആ ഡിഫറൻസ് എടുക്കുക. അന്നേരം നമുക്ക് 5 എന്ന് കിട്ടും. അപ്പം നമുക്ക് പദങ്ങളുടെ ഡിഫറൻസ് എത്രയാണ്? 35 മൈനസ് 15 20 എന്ന് കിട്ടും. ടേമുകളുടെ ഡിഫറൻസ്. അപ്പോൾ ആദ്യമേ എയ്ത്ത് ടൈം മൈനസ് തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 8 മൈനസ് 3 എന്ന് ഇടുക. അപ്പം നമുക്ക് 5 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ 5 ഇൻറ്റു പൊതുവ്യത്യാസം ഈസ് ഈക്വൽ ടു നമുക്ക് ഈ 35 മൈനസ് 15 ഇടുക, 20 എന്ന് കിട്ടി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 20/5. ഡി കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം 4 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് പൊതുവ്യത്യാസം പെട്ടെന്ന് കിട്ടിയത്? നമ്മോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് ടൈം മൂന്നാം പദം 15ആണ്, അടുത്തത് എയ്ത്ത് ടൈം 35ആണ്, അപ്പോൾ എട്ടാം പദം 35ആണ്. അപ്പം നമുക്ക് എട്ടാം പദം മൈനസ് മൂന്നാം പദം അല്ലെ എയ്ത്ത് ടൈം മൈനസ് തേർഡ് ടൈം 8ഉം 3യും കൂടി ഡിഫറൻസ് എടുക്കുമ്പം നമുക്ക് 5 എന്ന് കിട്ടി. അപ്പം നമുക്ക് 5 ഇൻറ്റു പൊതുവ്യത്യാസം അല്ലെ 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ആ നമ്പറുകൾ എത്രയാണ്? മൂന്നാം പദം 15ഉം എട്ടാം പദം 35ഉം ആയതുകൊണ്ട് ആ 35 മൈനസ് 15, കാരണം നമ്മളിവിടെ എയ്ത്ത് ടൈം മൈനസ് തേർഡ് ടൈം ആണ് എടുത്തത്. അപ്പം നമുക്ക് ഫിഫ്ത്ത് ടേമിനെ നമുക്ക് 5 ഇൻറ്റു ഡി എന്ന് എഴുതാം. കാരണം തേർഡ് ടേമിനോട് 5 ഡിയും കൂടി ചേരുമ്പോഴാണ് എയ്ത്ത് ടൈം കിട്ടുന്നത്. മൂന്നാം പദത്തോട് 5 ഇൻറ്റു പൊതുവ്യത്യാസം, അപ്പോഴാണ് എട്ടാം പദം കിട്ടുന്നത്. അപ്പം നമുക്ക് 5D എന്ന് പറഞ്ഞത് 35 മൈനസ് 50 20. അപ്പം ഡി ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്തത് നമ്മളോട് 13ാം പദം അല്ലെങ്കിൽ 13th ടേമാണ് ചോദിച്ചത്. 13th ടേം എന്ന് പറയുന്നത് എയ്ത്ത് ടേമിനോടുകൂടി 13ലേക്ക് വരണമെങ്കിൽ 8ഉം 5ഉമാണ് 13. അപ്പോൾ 8 പ്ലസ് 5D എയ്ത്ത് ടേമിനോടുകൂടി 5D കൂട്ടുമ്പോൾ നമുക്ക് 13th ടൈം കിട്ടും. എയ്ത്ത് ടൈം 35 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എട്ടാം പദം 35. അപ്പോൾ 5D എന്ന് പറയുമ്പം 5 ഇൻറ്റു 4, 5 ഇൻറ്റു 4 20 ആണ്. അപ്പോൾ 35 പ്ലസ് 20 55ആണ് 13ാം പദം അല്ലെങ്കിൽ 13th ടൈം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് 23rd ടൈം അല്ലെങ്കിൽ ശ്രേണിയിലെ 23ാം പദം? 23ാം പദം എന്ന് പറയുമ്പം 13ാം പദം അല്ലെങ്കിൽ 13th ടൈമിനോടുകൂടി 10ഉം കൂടി കൂട്ടുമ്പോഴാണ് 23 കിട്ടുന്നത്. അപ്പം നമുക്ക് 23rd ടൈം എന്ന് പറഞ്ഞാൽ 13th ടൈം പ്ലസ് 10 ഇൻറ്റു പൊതുവ്യത്യാസം അല്ലെ 10 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 13th ടൈം നമുക്ക് 55 എന്ന് കിട്ടി, പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പം 10 ഇൻറ്റു 4 40 വന്നു. അപ്പം 55 പ്ലസ് 40 95. അതായത് 23rd ടൈം അല്ലെങ്കിൽ 23ാം പദം എന്ന് പറയുന്നത് 13ാം പദത്തോടുകൂടി 10 ഇൻറ്റു 10, 13ാം പദത്തോടുകൂടി 10 കൂട്ടുമ്പോഴാണ് 23 കിട്ടുന്നത്. അപ്പോൾ 13ാം പദത്തോടുകൂടി 10 ഇൻറ്റു ഡി എടുക്കുമ്പം നമുക്ക് 23ാം പദം കിട്ടും. അതായത് 95. വളരെ ഈസി ക്വസ്റ്റ്യൻ. നമുക്കിതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മക്കൾ സാറിനെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യണം. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.